എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഖുർആൻ ഗാലിബുൻ ലൈസ മഗ്ലൂബ്. ഖുർആൻ എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കും. നമുക്ക് ഒരിക്കലും ഖുർആനെ തോൽപ്പിക്കാൻ കഴിയൂല. ഖുർആൻ നിങ്ങൾ എങ്ങനെ നമ്മൾ തലകുത്തി മറിഞ്ഞാലും എന്തു ചോദിച്ചാലും നമുക്ക്, അതായത് ഇപ്പം ചിലപ്പോൾ കിട്ടാതെ വരാം. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇപ്പോൾ ഇത്ര ഉഷാറാകുമ്പോൾ കിട്ടിയില്ലല്ലോ, അങ്ങനെ നമ്മൾ വിചാരിക്കുക. അതൊരു തെറ്റ്. അത് ഊതുന്ന ആളിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കാൻ വന്ന ആൾ അയാൾക്ക് ഓതി കിട്ടിയില്ല, ഓക്ക് കിട്ടിയില്ലല്ലോ, വിഷമിക്കരുത്. കാരണം എന്താ, നമ്മളൊരിക്കലും ഖുർആനെ മികക്കാൻ കഴിയൂല. പണ്ട് ചരിത്രം പറഞ്ഞേക്കാം, വലിയ പണ്ഡിതനാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ കിട്ടുന്നില്ല, ഇഖ്ലാസ് ഓതാൻ കിട്ടുന്നില്ല. എന്താ കാരണം? അവിടെ ആ സദസ്സ് അദ്ദേഹത്തിനെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ ഖുർആന്റെ മുന്നിൽ തോറ്റുപോയി. അപ്പം ഒരിക്കലും നമ്മൾ എപ്പോഴും മുതവാളികളാകണം. നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മളെ അള്ളാഹു ചെയ്ത അവസരങ്ങളും അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളുമാണ്. നമ്മളെ പരമാവധി നമ്മളെ അധ്വാനിച്ച് എടുക്കുക. പക്ഷേ ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം, എന്ത്? അൽ ഖുർആൻ ഗാലിബുൻ ലൈസ മഗ്ലൂബ്. ഖുർആനായിരിക്കുമെന്ന് മികച്ച് നിൽക്കുന്നത്. അതിനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയൂല. അങ്ങനെ ആവുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. തോറ്റുപോയാലും ഹറമിലൊക്കെ ഇമാം നിൽക്കുന്ന ആളുകള് ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ വരെ അവരുടെ തെറ്റുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഈ വിഷമം ഉണ്ടാവും. ചിലപ്പോൾ ചോദിച്ച് കിട്ടിയില്ല, വിഷമിക്കരുത്. നമ്മൾ പ്രകടിപ്പിച്ചു, പക്ഷെ അള്ളാഹു അവിടെ എന്തെങ്കിലും ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നേ വെക്കാവൂ. പരിശുദ്ധ ഖുർആന്റെ വ്യത്യസ്തമായ വൈവിധ്യപൂർണമായ ഖിറാഅത്തുകളുടെ നാൾ വഴികളെക്കുറിച്ച്, ചരിത്രങ്ങളെക്കുറിച്ച്, അതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ഹാഫിൽ സൽമാൻ ഫൈസി ഉസ്താദ് അവറുകളെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വൈകിയ വേളയിൽ അതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ നാൾ വഴികളെ വിശദീകരിച്ച് പറയുകയല്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ വിവിധമായ പാരായണം അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിന് മുതവാത്തിറായ സ്വഹീഹായ 10 ഖിറാഅത്തുകളുണ്ട്. 10 ഖിറാഅത്തുകളുണ്ട്. അതിന് 20ഓളം റിവായത്തുകളുണ്ട്. അതിൻ്റെ ചരിത്രത്തിൻ്റെ വളരെ ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ എല്ലാ ശൈലികളിലും പാരായണം ചെയ്തു കൊടുക്കുകയും അത് സഹാബ കിറാം, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അഇമ്മത്തിലേക്ക് അത് വന്നു ചേരുകയും അത് നമ്മളൊക്കെ പാരായണം ചെയ്തു പോരുകയും ചെയ്യുന്നു. ഇതിൽ വളരെ ലളിതമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ നാട്ടിൽ പാരായണം ചെയ്യുന്നത് റിവായത്തു ഹഫ്സ് അൻ ആസിമാണ്. മറ്റു നാടുകളിൽ പിന്നെ വർഷ അൻ നാഫിഅ, ഖാലൂൻ അൻ നാഫിഅ, ഇങ്ങനെ പല റിവായത്തുകളും പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓതുന്ന ഖുർആൻ പോലെ തന്നെ ഖുർആനാണ്. അത് മറ്റൊരു ഖിറാഅത്തായിട്ട് കാണുകയും അത് ഖുർആനല്ല എന്നൊക്കെ പിന്നെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഖുർആനാണ്. അതുകൊണ്ടാണ് ഹറമിലും അതുപോലെ തന്നെ വിവിധ ഖിറാഅത്തുകളൊക്കെ പഠിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ പോയാൽ അവിടെ മുസ്ഹഫ് വർഷ റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്ഹഫ്, അതായത് ആ ഇമാമിൻ്റെ പാരായണമനുസരിച്ചുള്ള, അതായത് ആ ഇമാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ വന്നു ചേർന്നിട്ടുള്ള സനദ് അനുസരിച്ചുള്ള പാരായണം, അദ്ദേഹത്തിൻ്റെ പാരായണം അല്ല. അപ്പം ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖേന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമ്മളിലേക്ക് എത്തിയതാണ്. എല്ലാ വിധത്തിലുള്ള പാരായണവും വിവിധ പാരായണങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് കടന്നു ചെല്ലാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. ملك يوم الدين. الرحمن الرحيم. ملك يوم الدين. مالك يوم الدين. إياك نعبد وإياك نستعين.
اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇതിപ്പോൾ നമ്മൾ കേട്ടത് പിന്നെ അശറ ഖിറാഅത്തിലുള്ള ഫാത്തിഹയാണ്. ഇത് പിന്നെ നമ്മൾ നേരത്തെ പാരായണം ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിറാത്തയുടെ ആ ഭാഗത്ത് സീന് കൊണ്ട് ഓതി, അതുപോലെ തന്നെ സ്വാദിൻ്റെയും സായിൻ്റെയും ഇടയിലുള്ള ഒരു പ്രത്യേക ഹർഫ് കൊണ്ട് സിറാത്തല്ലദീന എന്നോതി, സ്വാദ് കൊണ്ട് നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ശൈലിയിൽ ഓതി, അലൈഹിം എന്നുള്ളിടത്ത് അലൈഹും അലൈഹിമു എന്നൊക്കെ പാരായണം ചെയ്തു. പിന്നെ നമ്മൾക്ക് പിന്നെ വളരെ പിന്നെ നമ്മൾ കേൾക്കാത്ത പല പാരായണങ്ങളുമുണ്ട്. വിശദമായി പറയല, സമയം വളരെ അതിക്രമിച്ചതുകൊണ്ട് ഒരു വർഷം നാഫിഇൻ്റെ റളിയല്ലാഹു അൻഹുമ ഒരു റിവായത്ത് മാത്രം കുറച്ച് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. നമ്മുടെയൊക്കെ ഈ ലോകങ്ങൾ ഒരു വിശാലമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതുകൊണ്ട് ലക്ഷ്യയിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം أنذرتهم أم لم تنذرهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. ഇങ്ങനെ തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആൻ്റെ ഇപ്പോൾ വന്നജ്മിയൊക്കെ ഓതിയാൽ ഉസ്താദ്മാർക്കൊക്കെ അറിയാം. വന്നജ്മി ഇദാ ഹവ,
ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى. അടുത്തതാണ് നമുക്ക് പരിചയം. ذو مرة فاستوى وهو بالأفق الأعلى. ഇങ്ങനെ തുടങ്ങിയിട്ട് മാഷാ അല്ലാഹ് ഇതങ്ങോട്ട് ഇങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ ما كذب الفؤاد ما رأى. إن شاء الله صدق الله العلي العظيم. ഇവിടെ പാരായണം ചെയ്ത ഭാഗങ്ങൾ നമ്മൾ അറിയുന്ന സൂറത്തുകൾ കേൾക്കുമ്പോഴാണ് നമുക്കത് തെറ്റാണെന്ന് തോന്നിപ്പോകും പലപ്പോഴും. യുഎയിലുള്ള സമയത്ത് ഔക്കാഫിലെ പള്ളിയിൽ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മലയാളി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ അവിടുത്തെ പള്ളിയിൽ ഒരു ജസായറിലുള്ള ഒരാളാണുള്ളത്, അദ്ദേഹത്തിന് ചെറിയ സൂറത്ത് പോലും ഓതാൻ അറിയില്ല. അദ്ദേഹത്തിന് ചെറിയ സൂറത്ത് പോലും വല്ലുഹ സൂറത്ത് പോലും ഓതാൻ അറിയില്ല. അയാൾ വല്ലുഹേ വല്ലയിൽ ഇതാ സജേ എന്നാ ഓതണം. നമ്മൾ മദ്രസയിൽ പഠിച്ചത് അങ്ങനെയല്ലല്ലോ ഉസ്താദെ, അയാൾക്ക് അതുപോലും ഓതാൻ അറിയില്ല എന്ന് ഒരു ദിവസം വന്ന് പറഞ്ഞു. അപ്പോൾ അതറിയാത്തത് കൊണ്ടാണ്. അതെ, തീർച്ചയായും ഇത് വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് ഉണ്ട് എന്നുള്ളതെങ്കിലും നമ്മളും നമ്മൾ ഇന്നത്തെ ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെ. അതിലപ്പുറം ഫാത്തിഹന്നെ ഓതാൻ കിട്ടൂല, മലിക്ക് യോമിദ്ദീൻ ഓതിയിട്ടേ. ഫാത്തിഹന്നെ ഓതാറിയില്ല ഉസ്താദിനെ എന്നാ പറയുന്നത്. മലിക്ക് യോമിദ്ദീൻ ഓതി. മാലിക്ക് എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. മലിക്ക് ഓതുമ്പോൾ ഫാത്തിഹന്നെ ഓതാൻ അറിയില്ല എന്നുള്ളത്. അതൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതെങ്കിലും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള. മാത്രമല്ല ഈ ഇമാമിങ്ങളുടെയൊക്കെ ആ ഒരു ഇമാമികളൊക്കെ ഓതി അവരുടെ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുത്താണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതും അതൊക്കെ ഒരു ബറക്കത്തിന് വേണ്ടി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ് അതോടെ ലക്ഷ്യം. തീർച്ചയായും ഈ ഖിറാത്തുമായി ബന്ധപ്പെട്ട് ഈ റിവായത്തുകളുമായി ബന്ധപ്പെട്ട് ലോകത്ത് സാർവത്രികമായിട്ട് നമ്മൾ ഓതുന്ന ഖിറാത്തൊക്കെ ഹഫ്സറുന്നാൻ ഖിറാത്താണല്ലോ. ഈ ഒരു ഖിറാത്ത് ഇങ്ങനെ ലോകത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു കോമൺ ആയിട്ട് വരാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് സാഹചര്യങ്ങളുണ്ടോ? അത് പിന്നെ ഖിറാത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, എല്ലാത്തിൻ്റെയും തന്നെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതാത് സമൂഹങ്ങൾ ഏത് ഖിറാത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ. ഇപ്പം നമുക്ക് ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ പിന്നെ അതാതു നാടുകളിൽ ഏതു സഹാബികളായിരുന്നോ, ഏത് ഖിറാഅത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് എല്ലാ സഹാബിമാരും എല്ലാ ഖിറാഅത്തും പഠിച്ചതല്ല, പല ഖിറാഅത്തും പഠിച്ചത്. മദ്ഹബിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ അതായത് എല്ലാ പിന്നെ പല ഖിറാഅത്തും പഠിച്ചവരുണ്ട്. ചില ആളുകൾക്ക് ഒരു ഖിറാഅത്തേ അറിയുള്ളൂ. അങ്ങനെ പല ഖിറാഅത്തുകളും പഠിച്ച ആളുകൾ പോയ നാടുകളിൽ അവിടെ പല ഖിറാഅത്തുകളും പരന്നു. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പിന്നെ 5-ാം നൂറ്റാണ്ട് വരെ മിസ്റിലൊക്കെ ഉണ്ടായിരുന്നത് വർഷ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിറാഅത്തായിരുന്നു കൂടുതൽ. ഇപ്പോൾ തന്നെ നമുക്കറിയാം പിന്നെ ആഫ്രിക്കയുടെയും അതുപോലെ തന്നെ സോമാൽ തുടങ്ങിയ ചില നാടുകളിലൊക്കെ ഖാലൂൻ അതുപോലെ തന്നെ വർഷ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിറാഅത്ത് വ്യാപകമായിട്ട് ഓതുന്നു. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ വളരെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ സാധാരണമായിട്ടാണ് ആ ഖിറാഅത്ത് അവർ പാരായണം ചെയ്തു വരുന്നത്. 10-ാം നൂറ്റാണ്ടിൽ പിന്നെ അബ്ബാസിയക്കളുടെ ഭരണകാലഘട്ടത്തിൽ ആ ദൗല അബ്ബാസിയാക്കൾ പ്രാധാന്യം കൊടുത്തത് ഇമാം ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിനായിരുന്നു. അത് അവർ പറഞ്ഞയക്കുന്ന അയിമ്മത്തുകൾക്കൊക്കെ ഹഫ്സ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാരായണത്തിന് പ്രാധാന്യം ചെയ്തുകൊണ്ട് പറഞ്ഞയക്കുകയും അങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ആ ഖിറാഅത്ത് വ്യാപിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല അന്ന് ഇറങ്ങിയ മുസ്ഹഫുകളിൽ, അന്ന് പിന്നെ എഴുതിയിട്ടും അല്ലാതെയൊക്കെ അടിച്ചിറങ്ങുന്ന മുസ്ഹഫുകളിലും ഈ റിവായത്ത് അനുസരിച്ചുള്ള പാരായണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ നാടുകളിലും പിന്നെ അധിക ദുവൽ ഇസ്ലാമിയയിലും ഈ ഖിറാഅത്ത് പരക്കാനുണ്ടായ കാരണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഈ ഒരു 7 ഖിറാഅത്ത് അതല്ലെങ്കിൽ 10 ഖിറാഅത്തിൻ്റെ ഭംഗിയും അതിൻ്റെ സൗന്ദര്യവും മനസ്സിലാവണമെങ്കിൽ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിലാവും. ഖുർആൻ ഇറങ്ങുമ്പോൾ ആദ്യമായി ഇറങ്ങുന്നത് ഖുറൈശികളുടെ സ്ലാങ്ങിലാണ്. നമ്മുടെ മലയാളത്തിലുള്ളതുപോലെ തന്നെ അറബിയിലും വ്യത്യസ്ത സ്ലാങ്ങുകൾ ഉണ്ടായിരുന്നു. അന്നുണ്ട് ഇന്നുണ്ട്.
അപ്പോൾ അന്നത്തെ കാലത്ത് ഖുറൈശികളുടെ ആ ഒരു സ്ലാങ്ങിൽ ഇറങ്ങിയപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഓതാൻ പ്രയാസമായി. അപ്പോഴാണ് മറ്റുള്ള പല ആളുകളുടെയും കബീലകളുടെയും സ്ലാങ്ങിൽ ഖുർആൻ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ഓതി കൊടുക്കുന്നത്. മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും മലയാളമാണ് പറയുന്നതെങ്കിലും മലയാളം തന്നെ വ്യത്യസ്ത സ്ലാങ്ങുകളാണ്. തിരുവനന്തപുരത്തുകാർ പറയുന്നത് പോലെയല്ല കോഴിക്കോട്ടുകാർ പറയുന്നത്, കോഴിക്കോട്ടെ പോലെയല്ല തൃശ്ശൂർക്കാർ. കണ്ണൂരെത്തിയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നീ എന്നോണ്ട് വല്ലാണ്ട കളിക്കറേ, ഞാൻ അറിയാണ്ട് എന്നെ കൊന്നുപോവേ, അങ്ങനെയൊക്കെ. അതിപ്പോൾ മലപ്പുറത്തുകാർ പറയുകയാണെങ്കിൽ ജിന്നോട് കളിച്ചണ്ട നല്ല പറയുള്ളൂ, ഒക്കെ മലയാളമാണ്. പക്ഷെ കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വ്യത്യാസം. നേരത്തെ ആ പാരായണം ചെയ്തത് സവാഉൻ അലൈഹിം അഅൻദർതുഹും, ഇത് തന്നെ വിവിധ ശൈലിയിൽ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്, വിവിധ കബീലകളാണ്. സവാഉൻ അലൈഹിം ആ, ഒന്നാമത്തെ ഹംസയെ കൃത്യമായി പറഞ്ഞ് രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്യാൻ ആ, രണ്ടാമത്തെ ഹംസയെ വെറും അലിഫാക്കി ആൻദർതഹും. ഇതൊക്കെ ഒരു രണ്ട് ഹംസന്റെ ഇടയിലുള്ള പാരായണങ്ങളാണ്. അതിൻ്റെ ഇടയിൽ രണ്ട് ഹംസയെ കൃത്യമായി പറയുകയും അതിൻ്റെ ഇടയിൽ ഒരു പിന്നെ ഹംസയെ ഏറ്റുകൊടുക്കുകയും ഇതൊക്കെ ഒരേ സ്ഥലത്ത് വരുന്ന. അതെ, ഈ അറബി ഭാഷയുടെ വൈവിധ്യത്തെ ഖുർആൻ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇത് ആരെങ്കിലും പിൽക്കാലത്ത് ഉണ്ടാക്കിയതല്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു, ഉൻസിലൽ ഖുർആൻ വലാ സബ്അത്തി അഹ്റുഫ്. ഇത് ഖുർആൻ ഇറങ്ങിയത് തന്നെ ഈ റിവായത്തുകളിലാണ്, ഈ ഖിറാത്തുകളിലാണ്. അല്ലാതെ ഇത് ആരെങ്കിലും പിൽക്കാലത്ത് സ്വന്തമായി പഠിച്ചുണ്ടാക്കിയതോ ആരുടെയെങ്കിലും ഗവേഷണമോ അല്ല. ഇതെല്ലാം ഖുർആൻ തന്നെയാണ്. പക്ഷേ ഓരോരുത്തർ അവർക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ, നമ്മൾ ശാഫിഈ മദ്ഹബ്, ഹനഫി മദ്ഹബ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഏതാണോ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്ന പണ്ഡിതന്മാർ ഏതാണോ അതനുസരിച്ച് അവരത് തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് ഉസ്താദ് പറഞ്ഞതുപോലെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു സഹാബി മറ്റൊരു സഹാബിയോട് പറയുമായിരുന്നു, നിങ്ങൾ ഏതാണ് ഈ ഓതുന്നത്, ഇത് ഞാൻ കേട്ട ഖിറാത്ത് അല്ലല്ലോ. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇഖ്തിലാഫ് ആവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോവുകയും ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഖുർആൻ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയും ഇറങ്ങിയിട്ടുണ്ട്, രണ്ട് രീതിയിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ഈ ഖിലാഫുകൾ സംഭവിക്കുകയും അതിൻ്റെ പരിഹാരാവശ്യാർത്ഥം അവിടെ പോകുമ്പോൾ അവിടുന്ന് പറയുകയാണെന്ത്, ഉൻസിലൽ ഖുർആൻ അലാ സബഅത്തി, ഇങ്ങനെയും ഇറങ്ങിയിട്ടുണ്ട്, രണ്ട് രീതിയിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ഈ ഖിലാഫുകൾ സംഭവിക്കുകയും അതിൻ്റെ പരിഹാരാവശ്യാർത്ഥം അവിടെ പോകുമ്പോൾ അവിടുന്ന് പറയുകയാണെന്ത്, ഉൻസിലൽ ഖുർആൻ അലാ സബഅത്തി ഹുറൂഫ്. തീർച്ചയായും. അപ്പോൾ ഇത് ഈ ഒരു വൈവിധ്യത്തിൻ്റെ സൗന്ദര്യം കൂടിയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഒരാൾ മാലിക്കി എന്ന് ഓതിയാലും മലിക്കി എന്ന് ഓതിയാലും അവൻ്റെ നിസ്കാരം ശരിയാണ്. മാലിക്കി എന്ന് ഓതിയ ആൾക്ക് ഒരു അലിഫ് കൂടുതൽ ഓതിയ പ്രതിഫലം ലഭിക്കുമെന്ന് മാത്രം. എല്ലാം ഖുർആൻ തന്നെയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനുമായി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് വിശാലമായ സമുദ്രം പോലെ പരന്നു കിടക്കുന്ന മേഖലകൾ ഉണ്ട് എന്നുള്ള ഒരു ബോധമെങ്കിലും നമുക്കുണ്ടാവാൻ ഈ ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് കൂടൽ കാരണമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സംഘാടകർ ധന്യരാണ്.